പതിവ് പോലെ ഇന്ന് ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട്. വെണ്ണീര് അടുപ്പിൽ നിന്ന് എടുക്കുന്നതെല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എപ്പോഴും കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഇന്നിവിടെയൊക്കെ കുറച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് നാടൻ ചോറും കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം മോനിക്ക് ഇന്ന് ഉച്ചക്ക് ഒരു വീട്ടിക്കൂടലുണ്ട്. അപ്പോൾ മോനിക്ക് ചോറ് വേണ്ട. അങ്ങനെയുള്ള സമയമാണ് ഞാൻ ഇങ്ങനത്തെ നാടൻ ചോറും കറികളും ഉണ്ടാക്കാറ്. ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഇപ്പം പറയുന്നില്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുപ്പിൻ്റെ സൈഡൊക്കെ വെള്ള ടൈലിടുമ്പോൾ മനസ്സിന് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കരി പിടിക്കും, പുക പിടിക്കുമെന്ന്. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളേ ഇല്ല കേട്ടോ. എപ്പോഴും നമ്മൾ ഇറച്ചിയും മീനും മാത്രം കറി വെച്ചിട്ട് കഴിക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അടുപ്പ് കത്തിക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു ചിരട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. തീ പിടിക്കാൻ വേണ്ടിയിട്ട് പാർന്നു കൊടുക്കുന്നതാണ് ഇത് പാർന്നു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് തീ പിടിച്ച് കിട്ടും അടുപ്പിൽ. ചിലർ പറയുന്ന കാര്യമാണ്, അടുപ്പിൽ തീ പിടിച്ച് കിട്ടാൻ തന്നെ എത്ര സമയം വേണപ്പാ, ആ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് മേലെ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടുപ്പിൽ പെട്ടെന്ന് തീ പിടിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ. വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ എല്ലാം മനസ്സിലാവും ഞാൻ എൻ്റെ പണികൾ എങ്ങനെയാണ് പെട്ടെന്ന് തീർക്കുന്നത്. അങ്ങനെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ അതൊരു ഫ്ലാസ്കിലേക്ക് ചൂടുവെള്ളത്തിന് ആവശ്യമുള്ളതായി എടുത്തു വെക്കുന്നുണ്ട്. ഇപ്പം നല്ല ചൂടാണ്, എന്നാലും എൻ്റെ മക്കൾക്ക് ചൂടുവെള്ളം തന്നെ വേണം കുടിക്കാൻ. പക്ഷേ അത് അവരെന്നെ ഉണ്ടാക്കിയിട്ട് കുടിച്ചോളേ. ഇതിപ്പോൾ ഞാൻ അരിയിടും പിന്നെ നല്ല ചൂടുള്ള വെള്ളം കണ്ടുകൊണ്ട് ഫ്ലാസ്കിൽ പാർന്നു വെക്കുന്നതാണ്. ഇന്ന് പിന്നെ ഞാൻ രാവിലെ തന്നെ നാസ്തക്ക് നല്ല ഉണക്കമുള്ള ഫ്രൈ ആക്കിനേനു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ കറിയും ചോറും ഒക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ പാത്രത്തിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം പാർന്നു കൊടുത്തതിന് ശേഷമാണ് ഞാൻ അരിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കറിൻ്റെ പരിപാടി നോക്കാം. നല്ല വരിക്കച്ചക്ക കിട്ടീനേനും അതിൻ്റെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കറിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചക്കക്കുരു എല്ലാം തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, പകുതി ഉള്ളി, 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, മല്ലിച്ചപ്പ്, 3 വെളുത്തുള്ളി, ഇതൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് പരിപ്പും ഇട്ട്. ഈ കാണിക്കുന്നത് കുരുവിൻ്റെ തോലാണേ. അത് കളയേണ്ട ആവശ്യമില്ല, വിറ്റാമിനുള്ള സാധനം എന്നാണ് പറയുന്നത്. കൂടെ തന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെള്ളവും പാർന്നിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും പാർന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. അപ്പോഴത്തേക്ക് എൻ്റെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് ഇറക്കി വെച്ച് നമ്മൾ ചോറ് ഊറ്റിയെടുക്കുകയല്ല ചെയ്യുക, വാർത്തെടുക്കുക ചെയ്യാം. അങ്ങനെ എൻ്റെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. കൂടുതൽ വെന്ത് അടിഞ്ഞു പോറേ, ഇങ്ങനെ കാണാനും കിട്ടണം, കറിയിൽ കടിക്കാനും കിട്ടണം. ഇനി ഇതിലേക്കുള്ള തേങ്ങ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് പാർന്നു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, പകുതി ഉള്ളി, പകുതി തക്കാളി, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം പാർന്നിട്ട് വേവിച്ചെടുക്കണേ. അതിൽ പ്രത്യേകിച്ച് മുളക്, മഞ്ഞൾ, മസാലപ്പൊടി ഒന്നും ചേർക്കുന്നത്. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ച് അതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം രണ്ടിലേക്കും പാർന്നു കൊടുക്കുന്നുണ്ട്. എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് തീർന്ന് ഇങ്ങനത്തെ എളുപ്പപ്പണികൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ എല്ലാ കറികൾക്കും ആയതിനു ശേഷം ഒന്നിച്ച് കടുകെല്ലാം പൊട്ടിച്ചിട്ട് പാർന്നു കൊടുക്കുകയുള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഇത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ ചോറും കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ ഉള്ള ചോറ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മളെ സ്വാദിഷ്ടമായ ചക്കക്കുരു കറിയും പാർന്ന്. ഇപ്പം പിന്നെ മാങ്ങൻ്റെ സീസണല്ലേ, മാങ്ങ ഉണ്ടാകാൻ തുടങ്ങിയ പിന്നെ
മാങ്ങ തീരുന്നവരെ നമ്മൾ പിന്നെ ചോറിൻ്റെ കൂടെയാണ് മാങ്ങ കഴിക്കുക. നിങ്ങളിങ്ങനെ കഴിക്കാറില്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ച് നോക്ക്. അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ മാങ്ങ കഴിക്കുമ്പോൾ. ഞാനിപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഉണക്കമുള്ളനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അച്ചാർ പിന്നെ ഹോം മെയ്ഡ് അച്ചാറാണ്. ഞാൻ ഉണ്ടാക്കിയ അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് കണ്ടോക്ക്. അങ്ങനെ എൻ്റെ ചോറും കറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം. ഇത് നല്ല വെയിറ്റുള്ള പ്ലേറ്റാണ്. ഡാൻസ് കളിക്കുമ്പോൾ നിലത്ത് മറിയാൻ പോയി. അങ്ങനെ അച്ചാറൊക്കെ എൻ്റെ കയ്യിലായി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.